ഹായ് എവരി വൺ, വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ്. ഇന്ന് വീണ്ടും പ്രവചനങ്ങളുടെ മൂന്നാമത്തെ പാർട്ടിലേക്ക് കടക്കുകയാണ്. അതായത് യേശുക്രിസ്തുവിനെ ക്രൂശീകരണത്തിൽ ഫുൾഫില്ലായ എല്ലാ പ്രവചനങ്ങളെക്കുറിച്ചും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിൽ മൂന്നാമത്തെ സീരീസ് പാർട്ടാണിത്. 15ാമത്തെ പ്രോഫസി മുതൽ 21ാമത്തെ പ്രോഫസി വരെ 7 പ്രവചനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതിൽ പറയുന്നതായ ഏതാണ്ട് എല്ലാ പ്രവചനങ്ങളും സങ്കീർത്തന പുസ്തകങ്ങളിൽ നിന്നുമാണ്. മേജറായിട്ടെല്ലാം ദാവീദ് തന്നെ പ്രവചിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് മെസ്സിയാനിക് സങ്കീർത്തനം എന്ന് പറഞ്ഞിട്ടുള്ള സങ്കീർത്തനങ്ങളും അല്ലാതെയുള്ള സങ്കീർത്തനങ്ങളിൽ നിന്നൊക്കെ കോട്ടിങ് ഉണ്ട്. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം പറഞ്ഞുകൊണ്ട് അതേസമയം തന്നെ ഈ പ്രവചനത്തിൽ എല്ലാം നിവൃത്തിയായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവന് ഇന്നും ജീവിക്കുന്നതിനായി നമ്മോടൊപ്പം ഉള്ളതിനായും നന്ദി പറയുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. 15ാമത്തെ പ്രവചനം ദാവീദ് പറയുന്നത് അവൻ്റെ കൈകളെയും കാലുകളെയും തുളയ്ക്കുമെന്നുള്ള ആ കാര്യത്തെക്കുറിച്ചാണ്. അത് 22ാം സങ്കീർത്തനം 16ാം അധ്യായത്തിൽ പറയുന്നു. അവർ ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചുവെന്ന് പറയുന്ന കാര്യം അത് ഫുൾഫില്ലായിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 15ാം അധ്യായം 25ാം വാക്യത്തിൽ 3 മണി നേരമായപ്പോൾ അവനെ ക്രൂശിച്ചുവെന്ന് നമ്മൾ വായിക്കുന്നു. അതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം 20ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള ഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് അവർക്ക് സമാധാനമെന്ന് പറഞ്ഞു. പിന്നെ തോമാസിനോട് നിൻ്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് അതിൻ്റെ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർക്ക് അതെൻ്റെ കൈകളെയും കാലുകളെയും ഉള്ള തുളകളെ കാണിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. 16ാമത്തെ പ്രവചനം എന്ന് പറയുന്നത് അവൻ്റെ ഗാർമെൻസിന്, അവൻ്റെ വസ്ത്രത്തിനായി ചീട്ടിടുന്ന ആ ഭാഗത്തെക്കുറിച്ചാണ്. ദാവീദ് 22ാം സങ്കീർത്തനം 18ാം വാക്യത്തിൽ അത് പറയുന്ന അവൻ്റെ അങ്കിക്കായി ചീട്ടിടുന്നതിനെക്കുറിച്ച്. ആ കാര്യം ഫുൾഫില്ലായിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 19ാം അധ്യായം 24ാം വാക്യം, ഇത് കീറരുത്, ആർക്ക് വരുമെന്ന് ചീട്ടിടുക എന്ന് പടയാളികൾ പറഞ്ഞു. അവർ തമ്മിൽ പറഞ്ഞ് അങ്കിക്കായിട്ട് ചീട്ടിട്ടുവെന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. അങ്ങനെ ആ പ്രവചനം നിവൃത്തിയായി. അതേപോലെ 17ാമത്തെ പ്രവചനം എന്ന് പറയുന്നത് ദാവീദ് പറയുന്ന അവന് ചൊറുക്ക വിനിഗർ കുടിക്കുവാനായിട്ട് കൊടുക്കും എന്നുള്ളതിനെക്കുറിച്ച് സങ്കീർത്തനം 69ാം സങ്കീർത്തനം 21ാം വാക്യത്തിൽ പറയുന്നു. അത് ഫുൾഫില്ലായിരിക്കുന്ന മത്തായിയുടെ സുവിശേഷം 27ാം അധ്യായം 34ാം വാക്യം, അവന് കയ്പ് കലക്കിയ വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തുവെന്ന് നമ്മൾ വായിക്കുന്നു. അതേപോലെ തന്നെ 18ാമത്തെ പ്രവചനം എന്ന് പറയുന്നത് ദാവീദ് അവനെ അനേകർ അവൻ്റെ ക്രൂശീകരണം കാണുമെന്നുള്ളതിനെക്കുറിച്ച് ആണ്. 22ാം സങ്കീർത്തനം 17ാം വാക്യത്തിൽ പറയുന്നു, അവരെന്നെ ഉറ്റുനോക്കുന്നു എന്ന്. അത് ഫുൾഫില്ലായിരിക്കുന്നത് മത്തായി സുവിശേഷം 27ാം അധ്യായം 36ാം വാക്യത്തിൽ പടയാളികൾ അവിടെ ഇരുന്നു കൊണ്ട് അവനെ കാത്തുവെന്ന് നമ്മൾ വായിക്കുന്ന. അപ്പോൾ ലൂക്കോസിന് സുവിശേഷം 23:48 കാണുവാൻ കൂടി വന്ന പുരുഷാരമൊക്കെയും സംഭവിച്ചത് കണ്ടിട്ട് മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ അനേകർ വന്ന് അവൻ്റെ ക്രൂശീകരണം കണ്ടു എന്നുള്ളത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിച്ചു. അതുപോലെ 19ാമത്തെ പ്രവചനം എന്ന് പറയുന്നത് പലരും അവനെ കണ്ടിട്ട് തലകുലുക്കി, അവൻ്റെ നേരെ തലകുലുക്കി. 109ാം സങ്കീർത്തനം 25ാം വാക്യത്തിൽ പറഞ്ഞ്, ഞാൻ അവർക്കൊരു നിന്ദയായി തീർന്നിരിക്കുന്നു, എന്നെ കാണുമ്പോൾ അവർ തലകുലുക്കുന്നുവെന്ന് ആ പ്രവചനം നിവൃത്തിയാകുന്നത് മത്തായിയുടെ സുവിശേഷം 27ാം അധ്യായം 39-40 വാക്യങ്ങളിലാണ്. കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ ദൂഷിച്ചുവെന്ന് എഴുതിയിരിക്കുന്നു. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ
നിന്നെ തന്നെ രക്ഷിക്കാം. ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്നും ഇറങ്ങി വാ എന്ന് പറഞ്ഞ് അവനെ അധിക്ഷേപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ 20-ാമത്തെ പ്രവചനം എന്ന് പറയുന്നത് അവൻ്റെ കുടുംബക്കാരും അവൻ്റെ കൂട്ടുകാരൊക്കെയും ദൂരെ നിന്നവനെ വാച്ച് ചെയ്യുന്നു എന്നുള്ളത്. അത് സങ്കീർത്തനം 38-ാം വാക്യത്തിലാണ് നമ്മളത് വായിക്കുന്നത്. എൻ്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എൻ്റെ ബാധ കണ്ട് മാറി നിൽക്കുന്നു, എൻ്റെ ചാർച്ചക്കാരും അകന്നു നിൽക്കുന്നുവെന്ന് ആ ദാവീദിൻ്റെ പ്രവചനം ലൂക്കോസിന് സുവിശേഷം 23-ാം അധ്യായം 49-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവൻ്റെ പരിചയക്കാരെല്ലാവരും ഗലീലയിൽ നിന്നും അവനെ അനുഗമിച്ച സ്ത്രീകളും ഇത് നോക്കിക്കൊണ്ട് ദൂരത്ത് നിന്നുവെന്ന് നമ്മൾ വായിക്കുന്നു. അതേപോലെ 21-ാമത്തെ പ്രവചനം അവനെ ദൂഷിച്ചവരും അവനെ കളിയാക്കിയവരുമായിട്ടുള്ള ആൾക്കാർ, അവനെ പീഡിപ്പിച്ചവരൊക്കെയും അവനെക്കുറിച്ച് പറഞ്ഞതായ വാക്യങ്ങളെക്കുറിച്ചാണ്. അവരുടെ വാക്യങ്ങൾ എന്തായിരിക്കുന്നത് ദാവീദ് പ്രവചിച്ചിരിക്കുന്നത് 22-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിലാണ്. അതായത് യഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കുക, അവനെ രക്ഷിക്കട്ടെ, അവനെ വിടുവിക്കട്ടെ, അവനിൽ പ്രസാദമുണ്ടല്ലോ എന്ന് ആ പ്രവചനം അത് നിവൃത്തിയാകുന്നത് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 43-44 വാക്യങ്ങളിലാണ്. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ, ഞാൻ ദൈവപുത്രൻ എന്ന് അവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ പഠിച്ച ഈ 7 പ്രവചനങ്ങളും സങ്കീർത്തന പുസ്തകങ്ങളിൽ നിന്നുള്ളതാണെന്ന് പറഞ്ഞുവല്ലോ. ദാവീദ് പ്രവചിച്ചതായ എല്ലാ പ്രവചനങ്ങളും അവൻ്റെ കർത്താവും നമ്മുടെ കർത്താവുമായ മിശിഹായുടെ ക്രൂശ് മരണത്തിൽ നിവൃത്തിയായി. പ്രിയരെ, ഈ വീഡിയോയിൽ വന്നിരിക്കുന്ന കുറവുകളും തെറ്റുകളും ഒക്കെ ക്ഷമിക്കണം. ബൈബിളിൽ നമ്മൾ വെറുതെ വായിച്ചു പോകുകയല്ല. നമ്മളിങ്ങനെ ഈ കാര്യങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതും അതുപോലെ തന്നെ ഇത് എത്രയോ ഗുഡ് ഫ്രൈഡേകളിൽ നമ്മളിത് വായിച്ച് കേട്ടിട്ടുള്ളതാണ്. അല്ലാത്ത സമയത്ത് വായിക്കുമ്പോഴും അത് വെറുതെ ഒരു കാഷ്വലായിട്ട് എടുക്കുകയല്ല. ഇത് ദൈവനിശ്ചയമായിട്ട് മുമ്പ് കൂട്ടി പറഞ്ഞ് അത് വന്നിട്ട് കർത്താവിൻ്റെ ക്രൂശീകരണ സമയത്ത് നിവൃത്തിയായ കാര്യങ്ങളാണ്. ഇനിയും നമുക്ക് 7 കൂടെ പഠിക്കുവാനായിട്ടുണ്ട്. അപ്പം അടുത്ത വീഡിയോയുമായി വരുന്നവർ എല്ലാവർക്കും ബൈ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹാവ് എ നൈസ് ടൈം. ബൈ ടു ഓൾ.